ഖുർആനിൻ്റെ ഒരു പെരുമഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഖുർആനിൻ്റെ വർഷകാലം ആ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തുടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഖുർആനിൻ്റെ വരികളിലൂടെ ഒരാൾ സഞ്ചരിക്കുമ്പോൾ വല്ലാത്തൊരവസ്ഥയായിരിക്കും മനസ്സിന്. അദ്ദേഹം പറയാണ്, എൻ്റെ മകളെ കെട്ടിക്കേണ്ട ഒരവസ്ഥ ഉണ്ടായി, സ്ത്രീധനം വാങ്ങുന്നൊരു കല്യാണത്തിൽ ഞാൻ പങ്കെടുക്കൂല എന്നതെൻ്റെ തീരുമാനമാണ്. അങ്ങനെ തീരുമാനിച്ചപ്പോൾ എൻ്റെ കുടുംബങ്ങൾ എന്നോട് പറഞ്ഞു, വളരെ അടുപ്പമുള്ള ഒരു വീട്ടിൽ നിന്ന് സ്ത്രീധന കല്യാണമായതുകൊണ്ട് മാത്രം ഭക്ഷണം കഴിക്കാതെ പോന്നപ്പോൾ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും മുഖത്ത് നോക്കിയിട്ട് എൻ്റെ കുടുംബക്കാരെന്നോട് പറഞ്ഞു, നിൻ്റെ മകളെ നീ ചുട്ടു തിന്നേണ്ടി വരും, കെട്ടിക്കാൻ കഴിയില്ല, ഞങ്ങൾ നിനക്ക് സഹകരിച്ചു തരില്ല എന്ന്. അദ്ദേഹം ആ കുടുംബം പറഞ്ഞതാ, നിൻ്റെ മകളെ നീ ചുട്ടു തിന്നേണ്ടി വരും, കെട്ടിക്കാൻ കഴിയില്ല, ഞങ്ങളുടെ സഹകരണം ഉണ്ടാവില്ല. അദ്ദേഹം പറയാ, എൻ്റെ മകളെ നിക്കാഹിന് പോലും ഒരു 10 പൈസ കൊടുക്കേണ്ടി വരാതെ ഈ സൗദി അറേബ്യയിൽ ഏറ്റവും മികച്ചൊരു ഭർത്താവിന് കെട്ടിച്ചു കൊടുക്കാൻ കഴിഞ്ഞത് അല്ലാഹ് എന്ന ഒരൊറ്റ പ്രതീക്ഷ കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായതാ. ഖുർആനാണ് എനിക്ക് ആ കരുത്ത് തന്നത്, ഖുർആനാണ് എൻ്റെ മനസ്സിന് പിടിച്ചു നിൽക്കാനുള്ള അഭയം നൽകിയത്, ഖുർആനാണ് എൻ്റെ മനസ്സിനെ സ്വാധീനിച്ച വചനങ്ങളുടെ സമാഹാരമാണിത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഖുർആനുണ്ട്, അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളിൽ ഖുർആൻ നിറയുന്നു. ഖുർആനിലേക്ക് ഒരാൾ അടുക്കുമ്പോൾ സംഭവിക്കുന്ന മാറ്റമാണിത്. എനിക്കത് സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കത് സംഭവിച്ചിട്ടുണ്ടോ? നമ്മളൊന്ന് പുനരാലോചിക്കുക. നമ്മളൊരു അസുഖമായിട്ട് ഡോക്ടറുടെ അടുത്ത് ചെന്നാൽ ഡോക്ടർ നമ്മൾക്കൊരു മരുന്ന് ചീട്ട് എഴുതി തരും. നമ്മളാരും അത് വായിച്ചു നോക്കാറില്ല, കാരണം നമുക്കത് മനസ്സിലാവില്ല, നമുക്കതിനോട് താല്പര്യമില്ല. എവിടെയാണത് കൊണ്ടുപോയിട്ട് എന്ന് പോലും നമ്മൾ നോക്കാറില്ല. എന്നാൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ, നമ്മളെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാൾ ഒരു കത്ത് എഴുതി തന്നാൽ നമ്മളതെങ്ങനെ സൂക്ഷിക്കുക? വായിച്ച് 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 മനപ്പാടായിരിക്കും. ഏറ്റവും പ്രിയപ്പെട്ടൊരു സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോയിട്ടത് വെക്കും, അല്ലേ? ഏറ്റവും താല്പര്യത്തോടു കൂടി അത് സംരക്ഷിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരാൾ നമുക്ക് തന്നിട്ടുള്ള സന്ദേശങ്ങളുടെ സമാഹാരമാണ് ഈ ഗ്രന്ഥം. എങ്ങനെ സൂക്ഷിക്കണം? ഇമാം ഗസാലി റഹ്മത്തുള്ളാഹിയുടെ ഒരു വാക്കുണ്ട്, മരിച്ചുപോയ ഒരാൾ തിരിച്ചു വന്നാൽ എങ്ങനെ ഉണ്ടാവുമെന്ന്. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കും നമ്മൾ എങ്ങനെ കേൾക്കുമെന്ന്, നമ്മൾ കാണാത്ത ഖബറിൻ്റെ അവസ്ഥകളെക്കുറിച്ച് അയാൾ നമ്മൾക്കിങ്ങനെ പറഞ്ഞു തരുമ്പോൾ എങ്ങനെയാണ് നമ്മളത് കേൾക്കുക, എത്ര ജാഗ്രതയോടുകൂടിയ ഓരോ വാക്കും നമ്മൾ സ്വീകരിക്കുക. എങ്കിൽ അങ്ങനെ ഒരാൾ നമ്മുടെ വീട്ടിലുണ്ടല്ലോ. അതാണത്. നമ്മൾ കാണാത്ത ലോകങ്ങളിലൂടെ ഖുർആൻ സഞ്ചരിച്ചിട്ടുണ്ട്, നമ്മൾ കാണാത്ത കാഴ്ചകൾ ഖുർആൻ കണ്ടിട്ടുണ്ട്, നമ്മൾ കാണാത്ത സന്ദർഭങ്ങളിലൂടെയാണ് ഖുർആൻ കടന്നു വന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കാണാത്ത കാഴ്ചകൾ കണ്ട ഖുർആൻ പറഞ്ഞു തരുന്ന ഓരോ വാക്കും നമ്മളെങ്ങനെ സ്വീകരിക്കേണ്ടത്? എത്ര ജാഗ്രതയോടുകൂടിയാണ് സ്വീകരിക്കേണ്ടത്? എത്ര പേടിയോടുകൂടിയാണ് കേൾക്കേണ്ടത്? അതാണ് ഖുർആനിൻ്റെ അനുഭവം. എല്ലാത്തിലും വിസ്മയമാണ് ഖുർആൻ്റെ. വാക്കിൽ വിസ്മയം, മൗനത്തിൽ പോലും വിസ്മയമുണ്ട്. ചില കാര്യങ്ങൾ ഖുർആൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഉദാഹരണം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താ അർത്ഥം? പരമകാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട്. എന്താണെന്നൊന്നുമില്ല, നാമം കൊണ്ട്. എന്ത്? അവിടെ സ്പെസിഫിക് ആയൊരു കാര്യം പറഞ്ഞിരുന്നെങ്കിൽ അതിന് മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എന്നാൽ അങ്ങനെ ഒരു സംഗതി അവിടെ പറയാത്തതുകൊണ്ടോ എല്ലാ നല്ല കാര്യങ്ങൾക്കും അത് ഉപയോഗിക്കാം. എല്ലാ നല്ല കാര്യം തുടങ്ങുമ്പോഴും പറയാം ബിസ്മില്ലാഹി റഹ്മാനി റഹീം. കാതിനെ കുറിച്ചും കണ്ണിനെ കുറിച്ചും പറയുന്നിടത്ത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് സമഅൻ വ അബ്സാറ. സമഅൻ വ അബ്സാറ. സമഅ എന്നുള്ളത് ഏകവചനാണ്, അബ്സാർ എന്നുള്ളത് ബഹുവചനമാണ്. നിങ്ങൾ ആലോചിച്ചു, ഇപ്പം നിന്നിട്ട് ഇവിടെ ഒരാൾ നിന്നിട്ട് സംസാരിക്കുമ്പോൾ പിറകിൽ നിന്നൊരാൾ ഈ സംസാരിക്കുന്ന ആളെ കാണുന്നത് പോലെയല്ല ഇടതുവശത്തു നിന്ന് ഒരാൾ കാണുന്നത്, വലതുവശത്തു നിന്ന് വേറൊരു രീതിയിലാണ് കാണുന്നത്, മുന്നിൽ നിന്ന് വേറെ രീതിയിലാണ് കാണുന്നത്. കാഴ്ചകൾ ഉണ്ട്, പക്ഷേ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നതോ ഒന്നാണ്. അതാണ് സമഅൻ വ അബ്സാറ. ഒരേ സമയത്ത് നമുക്ക് ഒരുപാട് ആളുകളെ കാണാൻ കഴിയും, പക്ഷെ ഒരേ സമയത്ത് ഒരുപാട് ആളുകൾ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയില്ല. ഒരാൾ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. സമഅൻ വ അബ്സാറ. വിസ്മയങ്ങളാണ്, വിസ്മയങ്ങൾ. സൂറത്തുൽ ബഖറ തുടങ്ങുന്നത് അലിഫ് ലാം മീം എന്നാണ്. സൂറത്തുൽ ഫീൽ തുടങ്ങുന്നത് അലിഫ് ലാം മീം എന്നാണ്. പക്ഷെ അവിടെ വായിക്കേണ്ടത് അലം. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. അവിടെ അലം എന്നാണ് വായിക്കേണ്ടത്. സൂറത്തുൽ ബഖറയിൽ അലിഫ് ലാം മീം. ദാലിക്കൽ കിതാബ്
ലാ റൈബ ഫീഹി, സംശയങ്ങളില്ലാത്ത ഗ്രന്ഥം. എടവണ്ണക്കടുത്ത് മമ്പാടുള്ള നമ്മുടെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ മകനും മരുമകളും അമേരിക്കയിൽ ജോലി ചെയ്യുന്നത് ആയിരുന്നു, ഇപ്പോൾ ഒരു സൗദിയിലുണ്ട്. അപ്പോൾ ഒരു നോമ്പ് കാലത്ത് ഈ പെൺകുട്ടി ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ടാക്സിയിലിരുന്നിട്ട് കുറേ സമയം ഇരിക്കാനുള്ളത് കൊണ്ട് ഖുർആൻ്റെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കയ്യിൽ കരുതിയിരിക്കുന്നത്, അതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പം അമേരിക്കൻ പൗരൻ അവരുടെ അടുത്ത് വന്നിട്ട് ഇരുന്നിട്ട് ചോദിച്ചു, ഇതേതാണ് പുസ്തകം എന്ന്. അവൾ പറഞ്ഞു, ഇത് ഹോളി ഖുർആൻ. ഓ, ഖുർആൻ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഖുർആൻ, അതൊന്ന് തരുമെന്ന് ചോദിച്ചു. അവൾ വായിച്ചുകൊണ്ടിരുന്ന ആ ഭാഗം അതുപോലെ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്കാണ് വെച്ചു കൊടുത്തു. സൂറത്തുൽ ബഖറയിലെ ഈ വചനങ്ങളാണ് അദ്ദേഹം ആദ്യം കാണുന്നത്. അദ്ദേഹം ഇങ്ങനെ വായിക്കുകയാണ്, അറബി അറിയില്ല. താലിക്കൽ കിതാബു ലാ റൈബ ഫീഹി എന്നുള്ളതിൻ്റെ ആശയം അവൾ വായിക്കുകയാണ്. ഈ പുസ്തകത്തിൽ സംശയങ്ങളില്ല എന്ന് അദ്ദേഹം ചോദിച്ചു. സംശയങ്ങളില്ലാത്തൊരു പുസ്തകം, ഏതൊരു പുസ്തകം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടാവും, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളോട് പറയണമെന്ന്. സംശയങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കണം. ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയാണ്, സംശയങ്ങൾ ഇല്ലാതാക്കുന്ന ഗ്രന്ഥമാണ്, സംശയങ്ങൾ പിന്നെ ഉണ്ടാകില്ല എന്ന്. അദ്ദേഹം അത് കൊണ്ടുപോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയുടെ അടുത്ത് വീണ്ടും വന്നിട്ട് ചോദിച്ചു, പിന്നെ വേറെ പുസ്തകങ്ങൾ എനിക്ക് വേണമെന്ന്. കൊടുത്തു. അയാൾ ആ നോമ്പ് കാലത്ത് തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അൽഹംദുലില്ലാ. ഇത്ര ചെയ്താൽ മതി നമ്മൾ. ഇതേ നമുക്ക്, നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്ര ലളിതമായ രീതിയിലാണ് ഒരു ഇസ്ലാമിൻ്റെ പ്രകാശം മനുഷ്യൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ആ ഖുർആൻ അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുകയാണ് അവൾ ചെയ്ത്. അവൾ പോലും അറിയാതെ അതിനൊരു സാഹചര്യം അള്ളാഹു ഒരുക്കുന്നു. അവൾ ആ ഖുർആനുമായിട്ട് സഞ്ചരിക്കാൻ, യാത്ര ചെയ്യാൻ ഒരുങ്ങുന്നു. ആ യാത്ര ഒരു വലിയ യാത്രയുടെ തുടക്കമായി മാറുന്നു. ഒരു മനുഷ്യൻ്റെ വെളിച്ചത്തിലേക്കുള്ള ഒരു മഹായാത്രയുടെ കാരണമായിട്ടത് മാറുന്നു. അതാണ് അങ്ങനെ ഒരു അനുഭവം, അങ്ങനെ ഒരു ആസ്വാദനം ഖുർആനിൽ നിന്ന് നമുക്ക് കിട്ടണം. ഓരോ വാക്കിലുമുണ്ട് അനേകം അർത്ഥങ്ങൾ. അപ്പം ഇണകളെക്കുറിച്ച് ഖുർആൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഹുന്ന ലിബാസുല്ലക്കും വ അൻതുൽ ലിബാസുല്ലഹുന്ന. അവസാനിപ്പിക്കുകയാണ്. ഹുന്ന ലിബാസുല്ലക്കും വ അൻതുൽ ലിബാ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന, എല്ലാ നിക്കാഹ് കുത്തുബകളിലും അത് കേൾക്കാം. നിങ്ങളുടെ സ്ത്രീകൾക്ക് വസ്ത്രമാണ്, നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങൾക്കും വസ്ത്രമാണ്, ഡ്രസ്സാണ് എന്ന്. എന്താണ് എൻ്റെ ആശയം? വലിയൊരാശയമല്ലേ അത്? എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തിനാണ് ഡ്രസ്സ് കൊണ്ട് പല ഉപകാരങ്ങളുണ്ട് അല്ലേ? നമ്മൾ മറ്റുള്ളവർ കാണരുതെന്ന് ആഗ്രഹിക്കുന്നതൊക്കെ മറച്ചു വയ്ക്കുന്നത് ഈ ഡ്രസ്സ് കൊണ്ടാണ്. നമ്മുടെ ശരീരത്തോട് ഏറ്റവും ചേർന്ന് നടക്കുന്ന ഈ ഡ്രസ്സാണ്. നമുക്കൊരു സൗന്ദര്യമാണ് ഡ്രസ്സ്. ചൂടിൽ നിന്ന്, തണുപ്പിൽ നിന്ന് ഒരു സംരക്ഷണമാണ് വസ്ത്രം. ഇങ്ങനെ പറഞ്ഞു നോക്കൂ. അങ്ങനെയാണെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു പോയിന്റ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മറ്റുള്ളവർ കാണരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ മറച്ചു വെക്കുന്നത് ഈ വസ്ത്രം കൊണ്ടാണ്. പിന്നെ ഈ വസ്ത്രത്തിൻ്റെ മുന്നിൽ എന്തെങ്കിലും മറച്ചു വെക്കാൻ ഉണ്ടാവുമോ? ഒന്നും ഉണ്ടാവില്ല. അതാണ്, ഒന്നും മറച്ചു വെക്കാത്തൊരു ബന്ധം, ഒന്നും ഹൈഡ് ചെയ്യാത്തൊരു ബന്ധം. ആ ബന്ധത്തിനുള്ളൊരു സുഖമുണ്ട്, ഒരു വല്ലാത്ത സുഖമായിരിക്കും അത്. അങ്ങനെയാണെങ്കിൽ ഭർത്താവിൻ്റെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുത്തിട്ട് ഒന്ന് പുറത്തേക്ക് പോകാൻ ധൈര്യമുള്ള എത്ര സ്ത്രീകളും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ടോ? ഞാൻ ഇവിടെ ഇരിക്കുന്നവരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയില്ല, നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച് പറയാനാണ്. അങ്ങനെയാണെങ്കിൽ ഭാര്യയുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് പുറത്തേക്ക് പോകാൻ ധൈര്യമുള്ള എത്ര ഭർത്താക്കന്മാരിന്ന് ജീവിച്ചിരിക്കുന്നുണ്ടോ? ഫേസ്ബുക്കിൻ്റെ ഇമെയിൽ ID-യുടെ പാസ്വേഡ് പരസ്പരം കൈമാറാൻ ധൈര്യമുള്ള ഇണകൾ എത്ര പേരുണ്ടാവും? ഹൈഡ് ചെയ്യാത്തൊരു ബന്ധമുണ്ടല്ലോ, ആ ബന്ധത്തിനുണ്ടാകുന്നൊരു ബർക്കത്തുണ്ട്. അവർ തമ്മിൽ അറിയുന്ന ഒരു സുഖമുണ്ട്. ഇനി ഖുർആൻ്റെ ആ വചനം ആലോചിച്ച് നോക്കൂ. ഹുന്ന ലിബാസുല്ലക്കും വ അൻതുൽ ലിബാസുല്ലഹുന്ന. നിങ്ങളുടെ സ്ത്രീകൾക്ക് വസ്ത്രമാണ്, നിങ്ങളുടെ സ്ത്രീകൾ, നിങ്ങളുടെ ഇണകൾ നിങ്ങൾക്കും വസ്ത്രമാണ്. അങ്ങനെയാണ് ഖുർആനിൻ്റെ വരികൾ, ഖുർആനിൻ്റെ ആശയങ്ങൾ, ഖുർആനിൻ്റെ മൗനം, ഖുർആനിൻ്റെ സൂചന, ഖുർആനിൻ്റെ കഥാവിവരണം ഒക്കെ പറഞ്ഞിരുന്നത് എന്തിനാണ്? നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിൽ ചെന്ന് അവസാനിപ്പിക്കാനാണ്. എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് അവസാനം അള്ളാഹുവിലേക്കാണ് ചെന്ന് കൊണ്ടുപോകുന്നത്. എല്ലാം പറഞ്ഞു തരുന്നത് അള്ളാഹുവിനെ മനസ്സിലാക്കാനാണ്. അത് മനസ്സിലാക്കിയ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവം വിസ്മയകരമായ, വിവരിക്കാനാവാത്തൊരനുഭവമാണ്. ആ അനുഭവത്തിൻ്റെ തണുപ്പിലേക്ക്, അള്ളാഹ് എന്നൊരറിവിൻ്റെ സുഖത്തിലേക്ക് വരാൻ നമുക്ക് കഴിയണം. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.
എല്ലാ വാതിലുകൾ അടച്ചിട്ടാലും അള്ളാഹു ഒരു ജനൽ നമുക്ക് വേണ്ടി തുറന്നെടുക്കും. എല്ലാ വാതിലുകൾ അടച്ചാലും, ആരൊക്കെ കൊട്ടിയടച്ചാലും ഒരു ജനൽ അള്ളാഹു നമുക്ക് വേണ്ടി തുറന്നു തന്നിട്ടുണ്ട്. ഈ വാതിലിൽ ചെന്ന് മുട്ടാതെ, ഈ വാതിലിൽ ചെന്ന് മുട്ടി കാലം കഴിക്കാതെ ഈ ജനലിലൂടെ രക്ഷപ്പെടാനാണ് അള്ളാഹു പറയുന്നത്. അതാണ് ഇന്നലെ നമ്മുടെ ഉദ്ഘാടകനും പിന്നീട് നടന്ന പ്രസംഗത്തിലൊക്കെ ഓർമ്മിപ്പിച്ച ഒരു കാര്യം, ഇൻ തത്തഖുല്ലാഹ് യജ്അൽ ലഹു മഖ്റജ. എല്ലാ വാതിലടഞ്ഞാൽ ഒരു ജനൽ ഇങ്ങനെ തുറന്നു നടക്കും, ആ ജനലിലൂടെ രക്ഷപ്പെടണമെന്ന്. അതാണ് ആ മഖ്റജ്, അള്ളാഹ് കാണിച്ചു തരുന്ന വഴി. തവക്കുൽ നിറഞ്ഞൊരു ഹൃദയത്തിന് അള്ളാഹുവിൻ്റെ കൈക്കുമ്പിൽ ഏത് സമയവും അവനെ കോരിയെടുത്ത് രക്ഷിക്കും. ആ ഒരു അനുഭവത്തിൻ്റെ ആസ്വാദനത്തിലേക്ക് നമ്മുടെ ഈമാന് കൊണ്ട് നമുക്ക് എത്തണം. ഖുർആനിൻ്റെ വായന വെറുതെ അക്ഷരങ്ങൾ വായിച്ചു പോകുക എന്നുള്ളതിനപ്പുറത്ത് അതിൻ്റെ ആശയങ്ങളിലേക്ക് കടന്നു ചെല്ലാം. മലർന്നു കിടക്കുന്ന അക്ഷരങ്ങളല്ല, മറഞ്ഞു കിടക്കുന്ന ആശയങ്ങളിൽ നിന്ന് ഖുർആനിനെ ഒരാൾ മനസ്സിലാക്കുമ്പോൾ ഖുർആൻ അയാളുടെ ജീവിത വഴികളിലെ വെളിച്ചമായിട്ട് അയാൾ ഇങ്ങനെ അറിയും. അത് എല്ലാവരെയും അയാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും, എല്ലാ മനുഷ്യനെയും ഉൾക്കൊള്ളാൻ കഴിയും. ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് മനുഷ്യർക്ക്. ശത്രുതകൾ പെരുകുന്നു, പരസ്പരമുള്ള വൈരാഗ്യം പെരുകുന്നു. അള്ളാഹുവിനെക്കുറിച്ചും റസൂലിനെക്കുറിച്ചും പറയുന്ന പ്രസംഗവേദികളിൽ നിന്ന് മറ്റൊരാളെ കടിച്ചു കീറുന്നു. അള്ളാഹിനെക്കുറിച്ചും റസൂലിനെക്കുറിച്ചും അയാൾ പറയുന്നുണ്ടാവും, ഹദീസുകൾ ധാരധാരയായി പറയുന്നുണ്ടാവും. ഖുർആൻ വചനങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി എല്ലാം അതിൽ ഉദ്ധരിച്ചുകൊണ്ട്, വാക്കുദ്ധരിച്ചുകൊണ്ട്, അക്കമുദ്ധരിച്ചുകൊണ്ട്, വചനത്തിൻ്റെ അക്കമുദ്ധരിച്ചുകൊണ്ട്, അധ്യായത്തിൻ്റെ അക്കമുദ്ധരിച്ചുകൊണ്ട് അയാൾ പറയുന്നുണ്ടാവും. പക്ഷേ അതിലൂടെ അയാൾ സ്ഥാപിക്കുന്ന എന്താണ്? മറ്റൊരാളുടെ പച്ച ഇറച്ചിയാണ് അയാൾ തിന്നുന്നത്. ശത്രുതകൾ പെരുകുന്നു. ആശയം മാറിയാൽ ആയുധം കൊണ്ടതിൻ വാശി തീർക്കുന്നൊരു നാടുഭ്രാന്താലയം എന്ന് പണ്ടൊരാൾ പാടിയിട്ടുണ്ട്. ആശയം മാറിയാൽ ആയുധം കൊണ്ടതിൻ വാശി തീർക്കുന്നൊരു നാട് ഭ്രാന്താലയം. നാവ് ആയുധമായി മാറിക്കൊണ്ടിരിക്കുക. ഒരു വചനം, ഒറ്റ വചനം അത് സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. റസൂലുള്ളാഹി പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബിഹസ്ബിംബ്രിഇൻ മിനശ്ശർ, ബിഹസ്ബിംബ്രിഇൻ മിനശ്ശർ അൻ യഹ്ഖിറ അഹാഹുൽ മുസ്ലിമ. ഒരാൾക്ക് ഷർറായിട്ട് മതിയെന്ന്. എന്ത്? തൻ്റെ ഒരു മുസ്ലിമായ സഹോദരനെ ഒന്ന് ചെറുതായി കണ്ടാൽ മതിയെന്ന്. ഒന്നും പറഞ്ഞില്ല അയാൾ, ഒന്നും പറഞ്ഞില്ല, നാവുകൊണ്ടൊന്നും പറഞ്ഞില്ല, മനസ്സിലൊന്ന് കരുതിയാൽ മതിയെന്ന്. യഹ്ഖിറ അഹാഹുൽ മുസ്ലിമ, സ്വന്തം മുസ്ലിമായൊരു സഹോദരനെ മനസ്സുകൊണ്ട് ഒന്ന് ചെറുതായി കണ്ടാൽ മതി. വെറുക്കുന്നൊന്നുമില്ല, ഒന്ന് ചെറുതായി കണ്ടാൽ മതി. ഓ, അവനല്ലേ എന്നൊന്ന് പറഞ്ഞു, ആ മനസ്സിലൊരു വിചാരം ഉണ്ടായി മതി. അതുപോലെ ഷർറാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞതാ. ഇന്ന് പ്രസംഗങ്ങൾ, മതപ്രസംഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കേരളത്തിൻ്റെ തെരുവുകളിൽ നടക്കുന്ന ഓരോ പ്രസംഗ പരിപാടികളും പൊതുജനത്തിന് ബോറടിപ്പിക്കുകയാണ്. പരസ്പരമുള്ള ആക്ഷേപങ്ങളും ശത്രുതയും പോരും പെരുമയും ആൾക്കൂട്ടത്തിൻ്റെ പൊലിമയും കാണിക്കാനുള്ള സംഗതികളായി, സംരംഭങ്ങളായി അത് മാറിക്കൊണ്ടിരിക്കുന്നു. സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഏറ്റവും മനോഹരമായൊരു സന്ദേശം കൈമാറേണ്ട സദസ്സുകൾ, ആകാശത്തിന് ചുവട്ടിൽ ഏറ്റവും നല്ല ശൈലിയിൽ പറയേണ്ട കാര്യമാണ് ഇസ്ലാമിൻ്റെ കാര്യം. ഏറ്റവും നല്ല ഭാഷയിൽ അവതരിപ്പിക്കേണ്ട കാര്യമാണ്. ഏറ്റവും തെളിഞ്ഞ മനസ്സോടുകൂടി പറയേണ്ട കാര്യമാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള കാര്യമാണത്. ദഅവത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ രൂപം തന്നെ ആകെ മാറിപ്പോയി. ദഅവത്ത് എന്ന് പറഞ്ഞാൽ അറിവുകൾ കൊടുക്കലാന്നാ ഇന്ന് പറയുന്നത്. അറിവുകൾ കൊടുക്കലല്ല ദഅവത്ത്, എക്സ്പീരിയൻസ് കൊടുക്കല. അതിന് വലിയ പ്രസംഗ ചാതുര്യമൊന്നും വേണ്ട, അതിനൊരുപാട് എഴുതാനൊന്നും കഴിയണ്ട, നല്ലൊരു മനസ്സുണ്ടായാൽ മതി. നമ്മൾ അറിയുന്നൊരു ഈമാനുണ്ടല്ലോ, അള്ളാഹ്, അത് നമ്മളൊന്ന് അനുഭവിക്കുക. ആ അനുഭവം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അള്ളാഹ് റഹ്മാനാണ് എന്ന് എങ്ങനെയാണ് നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്? കുറേ ടെക്സ്റ്റുകളാണോ പറഞ്ഞു കൊടുക്കേണ്ടത്? അല്ല, അല്ല സുഹൃത്തുക്കളെ, നമ്മൾ അനുഭവിച്ചൊരു റഹ്മത്തുണ്ട് അള്ളാഹിൻ്റെ, അതാണ് പറഞ്ഞു കൊടുത്തു നോക്കൂ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹ് റഹ്മാനാണ് എന്ന് നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ നമ്മൾ കണ്ട ഒരു നിമിഷത്തെക്കുറിച്ച് നമ്മുടെ സുഹൃത്തിനോടൊന്ന് പറഞ്ഞു കൊടുത്തു നോക്കൂ. എന്നിട്ട് ഈ ടെക്സ്റ്റുകൾ പറഞ്ഞു കൊടുത്തു നോക്കൂ. അയാൾക്ക് അപ്പം മനസ്സിലാവും ആരാണ് അള്ളാഹ് റഹ്മാനാണ്. അതാണ് ദഅവത്ത്. അതിന് വലിയ പ്രസംഗത്തിനുള്ള കഴിവൊന്നും വേണ്ട, അതിനൊരുപാട് എഴുതാനുള്ള കഴിവും വേണ്ട, ആർക്കും ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് പറയുന്നത് ദഅവത്ത് എല്ലാവരുടെയും ബാധ്യതയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വലിയ കടപ്പാടുകളുടെ നടുവിലാണ് നമ്മളുള്ളത്. ആ കടപ്പാടുകൾ സാക്ഷാത്കരിക്കാതെ ജീവിതം
അള്ളാഹു ഉദ്ദേശിച്ച വിധം, അള്ളാഹു തൃപ്തിപ്പെടുന്ന വിധം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത അതുമാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സംസാരം അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഉമ്മയും നമ്മുടെ ഉപ്പയും ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യമാണത്. നഷ്ടപ്പെട്ടവർക്കറിയാം ആ സൗഭാഗ്യത്തിൻ്റെ ആഴം എത്ര വലുതാണ് എന്ന്. അവരോടുള്ള കടപ്പാട്, അവരോട് നിർവഹിക്കേണ്ട ബാധ്യതകൾ, ഏതെങ്കിലും തരത്തിലൊരു പോരായ്മ നമ്മൾക്ക് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അള്ളാഹു നമ്മളെ പിടിക്കും. ഒരു സംശയവും അതിലില്ല. ഖുർആൻ അള്ളാഹുവിനോടുള്ള കടപ്പാട് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രാധാന്യപൂർവ്വം പറഞ്ഞിട്ടുള്ള കടപ്പാടാണ് ഉമ്മയും ഉപ്പയും. ഒരു സഹാബി റസൂലുള്ളാഹിയോട് വന്നിട്ട് പറയാം, റസൂലേ, ഞാനും എൻ്റെ ഉമ്മയും ചുട്ടുപഴുത്ത മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ എൻ്റെ ഉമ്മയുടെ കാലിൽ ആ മരുഭൂമിയുടെ ചൂട് തട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഉമ്മയെ ഞാൻ തോളിലേറ്റി റസൂലേ. എൻ്റെ ഉമ്മയെ തോളിലേറ്റിക്കൊണ്ട് ഞാൻ കിലോമീറ്ററുകൾ ദൂരം നടന്നു. റസൂൽ, എൻ്റെ ഉമ്മയോട് ഞാൻ വീട്ടേണ്ട കടമൊക്കെ, ഉമ്മയോട് വീട്ടേണ്ട നന്ദിയുടെ കടമയൊക്കെ അതോടുകൂടി വീടുമോ എന്ന് ചോദിച്ചു. റസൂലുള്ള പറഞ്ഞു, എവിടെ വീടും? ലാ വലാ ബിസ്സഫ്റത്തിൻ വാഹിദ. നിന്റെ ഉമ്മ നിനക്ക് വേണ്ടി കരഞ്ഞ ഒരു കണ്ണീരില്ലേ, ഒരു നെടുവീർപ്പില്ലേ, അതിന് പോലും പകരാവില്ല എന്ന് പറഞ്ഞു. കരച്ചിൽ നല്ല പറഞ്ഞു, ഒരു നെടുവീർപ്പിന് പോലും പകരം. എൻ്റെ മോനെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉമ്മ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് കരഞ്ഞൊരു കരച്ചിലില്ലേ, അതിന് പോലും പകരാവില്ല എന്ന്.